സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 80ാം വാർഷിക പരിപാടികൾ രാജ്യത്തെമ്പാടും ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിശക്തമത്തായ ജനകീയമായ മുന്നേറ്റം സൃഷ്ടിക്കാൻ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ പോരാട്ടമായിട്ടതിനെ മാറ്റാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചു എന്ന അഭിമാനബോധത്തോടെയാണ് നമ്മൾ ഈ 80ാം വാർഷികം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി വിവിധ കൈവഴികളിലൂടെയാണ് സ്വാതന്ത്ര്യസമര പോരാട്ടം മുന്നേറിയത്. മഹാത്മാഗാന്ധിജിയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന ഖദർ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ആവേശോജ്വലങ്ങളായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നിരവധി കൈവഴിയിലൂടെയാണ്, ഉജ്ജ്വലമായ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്, കേരളത്തിലാണെങ്കിൽ കയ്യൂർ സഖാക്കൾ 4 ധീരരായ പോരാളികൾ, നമുക്കറിയാം അപ്പുവും ചിരുകണ്ഠനും കുഞ്ഞമ്പു നായരും അബൂബക്കറും ഉൾപ്പെടെയുള്ള രണധീരരായ പോരാളികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കറുമരമേറിയവരാണ്. ഇങ്ങനെയുള്ള നിരവധി പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെ, സഹനത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനതയുടെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായിട്ട് വരികയാണ്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും വരാതിരിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മാപ്പെഴുതി കൽത്തുറുങ്കിൽ നിന്ന് രക്ഷപ്പെട്ട് സവർക്കർ ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഞ്ചനയും നമ്മൾ രാജ്യം, ലോകം കണ്ടിട്ടുള്ളതാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന സംഘപരിവാർ വിഭാഗങ്ങളായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരക്കാർ ഇന്ത്യയുടെ മൂല്യം, ജനാധിപത്യ അവബോധം, സ്വാതന്ത്ര്യം ഇതെല്ലാം ഹനിക്കുന്നതിനു വേണ്ടി, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ഉള്ളടക്കം ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഭരണകൂടം കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാതെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുമായി ചേർന്ന് പോയ വിഭാഗങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമെല്ലാം എതിരായി ശക്തിയായ കടന്നാക്രമണമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ ജനാധിപത്യ നിലനിർത്താനും മുന്നോട്ടേക്ക് പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഫാസിസ്റ്റ് പ്രവണതയോടുകൂടി ഭരണകൂടം ജനങ്ങൾക്കെതിരായിട്ട് തിരിയുമ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും ജനാധിപത്യ ശക്തികളാകെ ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് വരാൻ വർഗീയതയ്ക്കെതിരായ ഹിന്ദുത്വ അജണ്ട വെച്ച് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണവർഗ നിലപാടുകൾക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രതിജ്ഞയായിരിക്കണം 80ാം വാർഷികം ആചരിക്കുന്ന സ്വാതന്ത്ര്യദിന പുലരിയിൽ നമുക്കെല്ലാം നിർവഹിക്കാനുള്ളത്. ഈ രാജ്യം സ്വാതന്ത്ര്യത്തോടുകൂടി ഇനിയും മുന്നോട്ടേക്ക് പോകാൻ, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യവുമെല്ലാം നിലനിർത്താൻ വലിയ പോരാട്ടങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടി വരിക. അതിനെല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ലോകത്തെമ്പാടുമുള്ള
മനുഷ്യർ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ പരിപാടികളിൽ പങ്കുചേരുമ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതുവരെ ആലപിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല, ദേശീയഗാനം ആലപിച്ചാൽ ഉത്തരവ് ഇന്നലെ ഇറക്കിയായിരുന്നു. അതിൽ എന്താണ് പാർട്ടിയുടെ പ്രതികരണം? അല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, വന്ദേമാതരം അതിൻ്റെ രണ്ട് ചരണങ്ങൾ മാത്രമേ ആലപിക്കാൻ പാടുള്ളൂ, അതല്ലാതെ മറ്റു വരുന്നത് വർഗീയമായ ചുവയുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ആലപിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആ രീതി തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ വരെ ഇപ്പോഴും ഈ നിമിഷം വരെ ശക്തിയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ആവശ്യം ചില മേഖലയിലൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ്.